അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. അത് ഇവിടെ മിന്ന് പഠിപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ ഇലയും. അപ്പോൾ ആദ്യത്തെ ഉദാഹരണം എന്താ? അൽ ബൈത്തു. അൽ ബൈത്തു ഒറ്റ വാക്ക്. അപ്പോൾ അതിൻ്റെ മുബത്തദാന്ന് പറയൂല, കാരണം ഇവിടെ ഖബറില്ല. ഓക്കെ, അപ്പോൾ എന്താ, ഇതൊരു കലിമയാണ്. അൽ ബൈത്തു. പല്ല് വന്നുകൊണ്ട് തൻവീൻ ഉണ്ടാവില്ല. പിന്നെ ഏതൊരു കലിമയും അതിൻ്റെ ഒറിജിനൽ അസൽ, അതിൻ്റെ അടിസ്ഥാനം ലമ്മത്താണ്. പിന്നെ ചില കാരണങ്ങളാൽ കസറാകും, അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചില കാരണങ്ങളാൽ ഫതഹാവും, അത് നമ്മൾ ഇൻഷാ അല്ലാഹ് പിന്നെ പഠിക്കും. അപ്പോൾ ഇവിടെ കസറാകുന്ന കാരണങ്ങളാണ് പഠിക്കുന്നത്. അൽ ബൈത്തു എങ്ങനെ അൽ ബൈത്തി എന്നാവും. അപ്പോൾ നമ്മൾ കുറേ പഠിച്ചു. ഫീ, ഇല, അല പഠിച്ചു. ഇനി മിൻ, മിനൽ ബൈത്തി. മിനൽ ബൈത്തി. മിന്ന വന്നുകൊണ്ട് എന്തായി? അൽ ബൈത്തു മിനൽ ബൈത്തി എന്നായി, കസറായി ബൈത്ത്. അപ്പോൾ വീട്ടിൽ നിന്ന്. മിന്ന് പറഞ്ഞാൽ നമുക്കറിയാം വീട്ടിൽ നിന്ന്. പിന്നെ എന്തുകൊണ്ട് ഇവിടെ മിനൽ ബൈത്തി എന്നായി? ശരിക്ക് മിന്നാണല്ലോ, സുക്കൂനാണല്ലോ നൂനിന്. എന്തുകൊണ്ട് ഫതഹ് വന്നു? അത് ഉച്ചാരണത്തിനാണ്. കാരണം മിന്നെന്ന് എഴുതിയിട്ട് പിന്നെ അതിന് ശേഷം വീണ്ടും സുക്കൂന് വരിക, അൽ അലാമിന് സുക്കൂന. അപ്പോൾ മിൻ എൽ ബൈത്തി എന്ന് ഉച്ചരിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനത്തെ അവസരങ്ങളിൽ എന്ത് ചെയ്യും? ഇങ്ങനെ രണ്ട് സുക്കൂനുകൾ അടുത്തടുത്ത് വരാം. അല്ലിൻ്റെ സുക്കൂനും ഇപ്പുറം നൂനിൻ്റെ സുക്കൂനും വന്ന് എന്ത് ചെയ്യും? നമ്മൾ ആ നൂനിന് ഫതഹ് നൽകും. അപ്പോൾ മിനൽ ബൈത്തി കണ്ട, ഉച്ചാരണം എളുപ്പമാണ്. ഉച്ചാരണത്തിന് വേണ്ടി മാത്രമാണ്. ശരിക്ക് നൂനിൻ്റെ മുകളിൽ സുക്കൂനാണ്. അപ്പോൾ മിന്നൊരു ഹർഫ് ജറാണ്. അപ്പോൾ ഹർഫ് ജറ് മിന്ന് വന്നുകൊണ്ട് അൽ ബൈത്തു എന്തായി? അൽ ബൈത്തി എന്നായി. അതേപോലെ അൽ മസ്ജിദു, ഇല വന്നുകൊണ്ട് എന്തായി? ഇലൽ മസ്ജിദി, മസ്ജിദിലേക്ക്. ഓക്കെ, അപ്പോൾ ശരിക്കും അൽ മസ്ജിദു എന്നാണ്. പക്ഷേ ഹർഫ് ജർ ഇല വന്നോടെ മസ്ജിദു എന്തായി? ഇലൽ മസ്ജിദി എന്നായി. അപ്പോൾ സംഭാഷണമാണ്. അൽ മുദരിസു, ടീച്ചർ. മിൻ ഐന അന്ത. അന്ത എന്ന് പറഞ്ഞാൽ നീ, ഐന എന്ന് പറഞ്ഞാൽ എവിടെ, മിന്നെന്ന് പറഞ്ഞാൽ അറിയാലോ, ഇൽ നിന്ന്. അപ്പോൾ മിൻ ഐന എന്ന് പറഞ്ഞാൽ എന്താവും? എവിടെ നിന്ന്. അപ്പോൾ അന്ത നീ. അപ്പോൾ നീ എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ബഹുമാനത്തോടെ ആണെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണ്. ഓക്കെ, മിൻ ഐന അന്ത. ബഹുമാനത്തോടെ പറയണമെങ്കിൽ അന്തും എന്ന് പറയാം. മിൻ ഐന അന്തും, നിങ്ങൾ. അന്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാവും. ആ മുഹമ്മദുൻ അന മിനൽ യാബാനി, ഞാൻ ജപ്പാനിൽ നിന്നാണ്. അൽ യാബാനു എന്ന് പറഞ്ഞാൽ ജപ്പാൻ. അപ്പോൾ മിന്നു വന്നുകൊണ്ട് എന്തായി? മിനൽ യാബാനി എന്നായി. ഓക്കെ, കസറായി. അപ്പോൾ അന എന്താ? മുബത്തദഉൻ മർഫൂൻ. അന എന്ന് പറഞ്ഞാൽ ഞാൻ, ഞാൻ എന്ന് പറയുകയാണ് അന. അപ്പോൾ അന മുബത്തദഉൻ മർഫൂൻ. മുബത്തദയാണോ? ആണ്. കാരണം എന്താ? ആരംഭിക്കുന്ന ഇസ്മ. അപ്പോൾ ആരംഭിക്കുന്ന ഇസ്മ മുബത്തദയാണ്, ഞാൻ ഇസ്മാണ്. പിന്നെ മർഫു ആണോ? മർഫു ആണ്. പക്ഷെ എന്തുകൊണ്ട് അനൂന്നില്ല? എന്തുകൊണ്ട്? അന, അലിഫിൻ്റെ മുകളിൽ സുക്കൂനാണ്. ഹാദ നമ്മൾ പഠിച്ചല്ലോ. ഹാദ, ആ ദാലിന് ശേഷമുള്ള അലിഫിൻ്റെ മുകളിൽ എന്തായിരുന്നു? സുക്കൂൻ. അതേപോലെ അന, ഈ അലിഫിൻ്റെ മുകളിൽ എന്താണ്? സുക്കൂൻ. അപ്പോൾ എന്തുകൊണ്ട് മർഫു എഴുത്തിലില്ല? കാരണം ഹാദ പോലെ, ദാലിക്ക പോലെ, ഹുവ പോലെ, ഹിയ പോലെ മബനിയാണ്, മബനിയാണ്. അപ്പോൾ മുബത്തദഉൻ മർഫൂൻ, മാരിഫിയാണ്. കാരണം മുബത്തദ മാരിഫിയാണ്. മിൻ ഹർഫു ജർ അൽ യാബാനി ഇസ്മു മജ്റൂർ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. നേരത്തെ അതുപോലെ തന്നെ ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇവിടെയും മിന്നിന് സുക്കൂൻ എന്താ പോയേ? കാരണം ഉച്ചാരണത്തിന്, ഉച്ചാരണം എളുപ്പമാക്കാൻ മിനൽ യാബാനി എന്നാക്കി. ശരിക്കിത് സുക്കൂനാണ് നൂനിൻ്റെ മുകളിൽ. ഉച്ചാരണത്തിന് വേണ്ടി ഫതഹ് ഇട്ടു. അൽ മുദരിസു വമിൻ ഐന അമ്മാറുൻ. അമ്മാറും എവിടെ നിന്നാണ്? അമ്മാറും എവിടെ നിന്നാണ്? ആ മുഹമ്മദ് പറയാം. മുഹമ്മദുൻ ഹുവ മിനസ്സീനി, അദ്ദേഹം ചൈനയിൽ നിന്നാണ്. അസ്സീനു എന്ന് പറഞ്ഞാൽ ചൈന. അപ്പോൾ മിനസ്സീനി, അസ്സീനു നമ്മത്തെന്തായി? മിനസ്സീനി. മിന്ന് വന്നോടെ മിനസ്സീനി എന്നായി, കസ്രത്തായി. അതേപോലെ അൽ യാബാനു, മിന്ന് വന്നോടെ മിനൽ യാബാനി എന്നായി. ഓക്കെ, ഹർഫ് ജർ വന്നോ ഉടനെ ഇസ്മ മജ്റൂറാക്കണം, കസ്രത്തോടെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ,
അപ്പോൾ ഹുവ എന്താ മുബത്തദഉൻ മർഫൂൻ, മിൻ എന്താ ഹർഫു ജർ, അസ്സീനി ഇസ്മു മജ്റൂർ, ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ. ഹുവൻ്റെ ഖബറാണ് മിനസ്സീനി, ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. അൽ മുദർരിസു വ മിൻ ഐന ഹാമിദുൻ, ഹാമിദും എവിടെ നിന്നാണ്? മുഹമ്മദുൻ ഹുവ മിനൽ ഹിന്ദി, ഹുവ മിനൽ ഹിന്ദി, അദ്ദേഹം ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ ഹുവ മുബ്തദഉൻ മർഫൂൻ, മിൻ എന്താ ഹർഫു ജർ, അൽ ഹിന്ദി ഇസ്മ മജ്റൂർ. അപ്പോൾ ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. രണ്ടാമത്തെ ടൈപ്പ് ഖബർ, ജാറും മജ്റൂർ ശിബു ജുംല ഖബർ. മിന്നാണ് ഹർഫു ജർ, അത് ഉച്ചാരണത്തിന് വേണ്ടി മീനാന്നാക്കി. അൽ ഹിന്ദി ഇസ്മ മജ്റൂർ, കാരണം ഹർഫ് ജർ വന്നാൽ പിന്നെ അടുത്ത ഇസ്മ എന്തായിരിക്കണം? കസറത്തോടെ ആയിരിക്കണം. അപ്പോൾ ഇസ്മ മജ്റൂർ. ഐനൽ അൽ മുദർരിസു ഐന അബ്ബാസുൻ, അബ്ബാസ് എവിടെ? മുഹമ്മദുൻ ഖറജ, ഖറജ അവൻ പുറപ്പെട്ടു. അപ്പോൾ ഖറജ ഇവിടെ ഫീലാണ്, ആദ്യത്തെ ഫീലാണ് ഈ പുസ്തകത്തിൽ. ഈ പുസ്തകത്തിൽ ഫീലുകൾ അങ്ങനെ ഇല്ല, ഇങ്ങനെ ഒറ്റപ്പെട്ട 1, 2, 3 ഫീലേ ഉള്ളൂ. അപ്പോൾ ഫീലുകളെക്കുറിച്ച് നമ്മൾ ഇൻഷാ അല്ലാഹ് ബുക്ക് 2 എത്തുമ്പോഴാണ് വിശദമായി പഠിക്കുക. ഇവിടെ ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഖറജ എന്ന് പറഞ്ഞാൽ അവൻ പുറപ്പെട്ടു. ഖറജ അൽ ഫീലുൽ മാലിയാണ്, ഭൂതകാല ക്രിയ. അവൻ പുറപ്പെട്ടു, സംഭവം നടന്നു കഴിഞ്ഞു. ഇത് 3 അക്ഷരമുള്ള ഫീലാണ്. 3 അക്ഷരങ്ങളുണ്ട്, കണ്ടോ? ഖ റ ജ, 3 അക്ഷരങ്ങൾ. ഖറജ അവൻ പുറപ്പെട്ടു. അൽ മുദർരിസു ഐന ദഹബ, എങ്ങോട്ട് പോയി? അപ്പം പുറപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അടുത്ത ചോദ്യം എന്താ? എങ്ങോട്ടേക്കാണ് പോയത്? ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി, ദഹബ എന്ന് പറഞ്ഞാൽ അവൻ പോയി. വേറൊരു അൽ ഫീലുൽ മാദി, ഭൂതകാല ക്രിയ, സംഭവം നടന്നു കഴിഞ്ഞത്, പാസ്റ്റ് ടെൻസ്. അപ്പോൾ എങ്ങോട്ട് പോയി? ദഹബ എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ മുഹമ്മദുൻ ദഹബ ഇലൽ മുദീരി, മുദീറിലേക്ക് പോയി, അതായത് മുദീറിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ദഹബ എന്താ? അൽ ഫീലുൽ മാദി. ഇല എന്താ? ഹർഫു ജർ. അൽ മുദീരി എന്താ? ഇസ്മ മജ്റൂർ. അപ്പോൾ ഇല ഹർഫു ജർ വന്ന തൊട്ടിപ്പുറം എന്തായിരിക്കണം? ഇസ്മ മജ്റൂർ. ജാറും മജ്റൂർ ശിബു ജുംല. ഖബറാണോ? ശ്രദ്ധിക്കണം, ഖബറാണോ? അല്ല. കാരണം എന്താ? ഇവിടെ മുബ്തദയില്ല, ഇത് ജുംല ഇസ്മിയ അല്ല, ജുംല ഫീലിയാണ്. കാരണം ഫീല് കൊണ്ടാണ് തുടങ്ങിയത്, ദഹബ. അപ്പോൾ ഇലൽ മുദീരി ഖബർ എന്ന് പറയൂല, കാരണം മുബ്തദയില്ല. ദഹബ ഇസ്മ അല്ല, അതുകൊണ്ട് മുബ്തദ അല്ല, ദഹബ ഫിഇലാണ്. അപ്പോൾ ഫിഇലിന് ശേഷം ഇതേപോലെ എന്ത് ഖബർ വന്നാൽ, ഖബർ വന്നാൽ, അതായത് നമുക്ക് ഖബർ എന്ന് തോന്നുന്നു അല്ലേ? ഹിലൽ മുദീരി നമ്മൾ പഠിച്ചതാണ്, ഷിബു ജുംല ഖബർ. പക്ഷെ ഇവിടെ ഖബർ എന്ന് പറയൂല. കാരണം എന്താ? ദഹബ മുബ്തദ അല്ല, ഫീലാണ്. ഇത് ജുംല ഫീലിയാണ്. ജുംല ഫീലിയ വന്നാൽ പിന്നെ നമ്മൾ മുബ്തദ ഖബർ എന്ന് പറയില്ല. പിന്നെ എന്തേ പറയുള്ളൂ? ഫീലും ഫായിലും. ഫീലും ഫായിലും. ഏതാ ഫീല്? ദഹബ. ഏതാ ഫായില്? ഫായില് എന്ന് പറഞ്ഞാൽ ക്രിയ ചെയ്യുന്ന ആൾ. ആരാ? അവൻ. അപ്പോൾ അവൻ പോയി, അവനാണ് ഫായില്, കർത്താവ്, അവനാണ് ഫായില്. ഇതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മൾ വിശദമായി പഠിക്കും ഇൻഷാ അല്ലാഹ്. അതേപോലെ മുകളിൽ ഖറജ പറഞ്ഞല്ലോ, ഏതാ ഫീല്? ഖറജ. ഫായിലോ? അവൻ, കർത്താവ് അവൻ. ആരാണ് പുറപ്പെടുന്നത്? കർത്താവ് ആരാ? അവൻ. ആരാണ് പോകുന്നത്? ദഹബ. ആ പോകുന്നത് ആരാ? അവൻ. അപ്പോൾ അവനാണ് ഫായിൽ. അപ്പോൾ ഫീല് കിട്ടിയാൽ, ജുംല ഫീലിയ കിട്ടിയാൽ മുബ്തദ ഖബർ അല്ല നോക്കേണ്ടത്, പിന്നെയോ ഫീലും ഫായിലും, ഫീലും ഫായിലും. അപ്പോൾ നമുക്ക് ഫീലും ഫായിലും കിട്ടി. ഇലൽ മുദീരീനെ നമ്മൾ ഖബർ എന്ന് പറയൂല. കാരണം എന്താ? ഇത് ജുംല ഫീലിയാണ്, ഇസ്മിയ അല്ല. ജുംല ഫീലിയ മുബ്തദ ഇല്ല. മനസ്സിലായോ? മുബ്തദ ഇസ്മാണ്. ഇവിടെ ഇസ്മുണ്ടോ? ഇസ്മ കൊണ്ടാണോ തുടങ്ങുന്നത്? അല്ല, ഫീല് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ മുബ്തദ ഇല്ല. അപ്പോൾ ഇലൽ മുദീരീനെ ഖബർ എന്ന് പറയൂല. അൽ മുദർരിസു വ ഐന ദഹബ അലിയുൻ, അലിയും എങ്ങോട്ട് പോയി? മുഹമ്മദുൻ ദഹബ ഇലൽ മിർഹാദി, അലി ടോയ്ലറ്റിലേക്ക് പോയി. മിർഹാദ് ടോയ്ലറ്റ്, അതിൻ്റെ ചിത്രം നോക്ക്, ടോയ്ലറ്റ്. അപ്പോൾ ദഹബ എന്താ? ഫീല്. ഫീല് കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ മുബ്തദ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഖബർ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഫീല് കൊണ്ട് തുടങ്ങിയ എന്തൊക്കെ ഉണ്ടാകണം? ഫീലും ഫായിലും. ഫീൽ എന്താ? ദഹബ. ഫായിൽ എന്താ? ആരാ പോയത്? അവൻ.
അപ്പോൾ ഫായിൽ അവനാണ്, കർത്താവ്. ഫായിൽ എന്ന് പറഞ്ഞാൽ കർത്താവ്. ആരാ പോയത്? അവൻ. അപ്പോൾ ഫീലും ഫായിലുമാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ചില ഫീലുകൾക്ക്, ജുംല ഫീലുകൾക്ക് ഫീലിനും ഫായിലിനും പുറമെ മഫൂലും ബിഹിയും ഉണ്ടാവും. ഓക്കെ, അത് ഓർക്കാൻ കഴിയുന്നവർ ഓർക്കുക. മഫൂലും ബിഹി അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ബുക്ക് 2 പഠിക്കുകയുള്ളൂ, ഇപ്പോൾ പഠിക്കൂല. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. ഒരു ഫീല് കിട്ടിയ ഫീലും ഫായിലും ഇപ്പം തന്നെ അറിയണം. ഫീലും ഫായിലും ചില ജുംല ഫീലുകൾക്ക് മഫൂലും ബിഹി ഉണ്ടാകും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ ബുക്ക് 2 പഠിക്കും. ബാറക്കല്ലാഹു ഫീക്കും.